ദൈവ കൃപയിൽ ശരണപ്പെടുക. സഫന്യാവ് 3-ാം അധ്യായം 1 മുതൽ 20 വരെ. ധ്യാനത്തിനായിട്ട് 17-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. മനുഷ്യരാശിയുടെ സാമൂഹികമായ കെട്ടുറപ്പിനും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിനും നിദാനങ്ങളായ നിരവധി ധർമ്മശാസനങ്ങൾ എല്ലാ മതങ്ങളിലുമുണ്ട്. വേദങ്ങളും ഗീതയും ബൈബിളും ഖുറാനുമെല്ലാം മനുഷ്യൻ അനുവർത്തിക്കേണ്ടതായ ധർമ്മോപദേശങ്ങൾ അടങ്ങിയ മഹത് ഗ്രന്ഥങ്ങളാണ്. ഹിന്ദുമതത്തെപ്പോലെ അതിപ്രാചീനമായ മതമാണല്ലോ യഹൂദമതം. ഗോത്രപിതാവായ അബ്രഹാമിൻ്റെ സന്താന പരമ്പരകളാണ് യഹൂദന്മാർ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനതയെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന യഹൂദന്മാരുടെ ആവിർഭാവത്തെയും അവരുടെ വളർച്ചയെയും തളർച്ചയെയുമെല്ലാം വിവരിക്കുന്നതോടൊപ്പം അവരുടെ സാമൂഹിക ജീവിത ഭദ്രതയ്ക്കും ദൈവത്തോടുള്ള അവരുടെ ബന്ധത്തിൻ്റെ ഉറപ്പിനും ആവശ്യം വേണ്ട കൽപ്പനകളും നിയമസംഹിതകളും രേഖപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിളിലെ പഴയ നിയമം. പഴയ നിയമത്തിലെ ധർമ്മശാസനങ്ങളുടെ ആണിക്കല്ലുകളാണ് 10 കൽപ്പനകൾ. യഹൂദമതത്തിൻ്റെ ആധാരശിലകളായ 10 കൽപ്പനകളെപ്പറ്റി നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലൊരു യഹൂദ റബ്ബി യഹൂദമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെപ്പറ്റി വോയിസ് ഓഫ് അമേരിക്കയിലൂടെ പ്രക്ഷേപണം ചെയ്യുവാൻ പോവുകയായിരുന്നു. ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചു, അങ്ങ് 10 കൽപ്പനകളെപ്പറ്റി ആയിരിക്കുമല്ലോ പ്രക്ഷേപണം ചെയ്യുന്നത്? അപ്പോൾ റബ്ബി പറഞ്ഞു, ഞാൻ 10 കൽപ്പനകളെപ്പറ്റി അല്ല, 3 കൽപ്പനകളെക്കുറിച്ചാണ് ഇന്ന് പ്രസംഗിക്കുവാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ പത്രപ്രവർത്തകൻ തുറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, 3 കൽപ്പനകളോ? 10 കൽപ്പനകളാണല്ലോ നിങ്ങളുടെ അടിസ്ഥാന പ്രമാണം. പിന്നെ ഏതാണ് ഈ 3 കൽപ്പനകൾ? നിങ്ങൾ മീഖ എന്നൊരു പ്രവാചകനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ 6-ാം അധ്യായം 8-ാം വാക്യം വായിച്ചു നോക്കൂ. പത്രപ്രവർത്തകൻ ബൈബിൾ തുറന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വാക്യം വായിച്ചു. അതിപ്രകാരമാണല്ലോ, മനുഷ്യ, നല്ലത് എന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നത്? ഇങ്ങനെയുള്ള നിരവധി ധർമ്മശാസ്ത്രങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളിലുമുണ്ട്. പക്ഷേ കൽപ്പനകളുടെ കുറവല്ല അന്നും ഇന്നുമുള്ളത്. പിന്നെയോ ധർമ്മശാസ്ത്രങ്ങൾ നിറവേറ്റുന്നതിനുള്ള വരദാനമാണ് നമുക്ക് ആവശ്യം. ദൈവകൃപ കൂടാതെ ആർക്കും കൽപ്പനകൾ നിറവേറ്റുവാനും വിജയകരമായി ജീവിക്കാനും സാധ്യമല്ല. സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനും ദൈവകൃപ കൂടിയേ തീരൂ. കൃപാവരത്തിൻ്റെ കവാടം യേശു ക്രിസ്തു മനുഷ്യരാശിക്ക് തുറന്ന് കൊടുത്തിരിക്കുന്നതായി നാം പുതിയ നിയമത്തിൽ കാണുന്നു. മനുഷ്യൻ്റെ പാപ സ്വഭാവത്തെയും അവൻ്റെ നിസ്സഹായതയും ധർമ്മശാസ്ത്രങ്ങൾ തുറന്നു കാട്ടുന്നു. എന്നാൽ കൽപ്പനകൾ അനുസരിക്കുവാനും അങ്ങനെ വിജയകരമായ ജീവിതം നയിക്കുവാനും മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ദൈവകൃപയിൽ ശരണപ്പെടുക മാത്രമാണ് ജയജീവിത രഹസ്യം. ഓർക്കണമേ, നല്ല മാതൃക മനുഷ്യ സമുദായത്തിൻ്റെ വിദ്യാലയമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ വിശക്കയില്ല, എന്നെ വിശ്വസിക്കുന്നവനെ ഒരു നാളും ദാഹിക്കുകയുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.